നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും 24 മണിക്കൂറിനുള്ളിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആവശ്യമായ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയൊരു ശതമാനം കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പം മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വസ്തുക്കൾ ആവശ്യമായിട്ടുണ്ട്. ആദ്യമായിട്ടുള്ളത് ഒരു നല്ല ശാന്തമായ സ്ഥലമാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന റൂമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് നിങ്ങൾക്കൊരു നോട്ട്ബുക്കാണ്. പിന്നെ ഒരു പേനയും ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങൾ ശാന്തമായ സ്ഥലത്ത് ഇരിക്കുക. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വേഗം തന്നെ ആവശ്യമായിട്ടുള്ള ഏതൊരു കാര്യമാണ്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ കോളായിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അങ്ങനെ എന്തും നിങ്ങളത് തിരഞ്ഞെടുക്കുക. പലരും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ വലിയൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കും. 100 കോടി ഇല്ലെങ്കിൽ വലിയ വീട് വേണം. ഇതല്ല നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വിശ്വാസമുള്ളതും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരു ലക്ഷ്യം വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടെക്നിക്ക് 24 മണിക്കൂറിനുള്ളിൽ നടക്കുമെന്ന് പറയാൻ കാരണം. ഇല്ലാതെ നിങ്ങൾക്കൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 3 വർഷം കൊണ്ട് നേടാനുള്ള ഒരു ടെക്നിക്കല്ല ഇത്. വെറും 24 മണിക്കൂർ കൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്ന ഒരു പവർഫുള്ളായ ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ ജേണിയിൽ നമ്മൾ കാണിക്കുന്ന തെറ്റുകളിലൊന്നാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വലിയൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കും. ചില ആൾക്കാർ പറയും, എനിക്ക് 1 കോടി വേണം, എനിക്ക് ലോകത്തിലെ കോടീശ്വരനാണ്. ഇതൊന്നും തന്നെ തിരഞ്ഞെടുക്കാൻ പാടില്ല. നമ്മുടെ ഉപബോധ മനസ്സിനെ വിശ്വസിക്കാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുള്ളിൽ വിശ്വാസം ജനിക്കുകയുള്ളൂ. വിശ്വാസമാണ് ഈ മാനിഫെസ്റ്റേഷൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മുടെ പുസ്തകങ്ങളിലെല്ലാം തന്നെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാനും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക, ഇന്നൊരു കാര്യം നടന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. ഉദാഹരണത്തിന് ഒരു കോളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ന വ്യക്തിയിൽ നിന്ന് കോള് വന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്നുള്ളത്. നിങ്ങളൊരു 10,000 രൂപയാണ് ആഗ്രഹിക്കുന്നതെന്ന് കരുതുക. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 10,000 രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു എന്ന രീതിയിലാണ് അഫർമേഷൻ എഴുതേണ്ടത്. ഈ അഫർമേഷൻ ഓരോ തവണ എഴുതുന്ന സമയത്തും കൃത്യമായ രീതിയിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ പണം വരുന്ന സമയത്ത് എന്തുതരം ഹാപ്പിനെസ്സാണ് നിങ്ങളുടെ ശരീരത്തിലുണ്ടാവുക. ആ വരുമ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരവസ്ഥ നിങ്ങൾ അനുഭവിക്കുക. ഓരോ നിമിഷവും നിങ്ങൾ അനുഭവിച്ച് വരുന്നതിനനുസരിച്ച് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സും നിങ്ങളെ മാനിഫെസ്റ്റേഷൻ്റെ ശക്തിയും കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ആ ഒരു ലക്ഷ്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു അല്ലേ? ആ എഴുതി വെക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തോ, അത് ഫീൽ ചെയ്തു. ഇങ്ങനെ ഓരോ തവണയും, അത് 11 തവണയാണ് എഴുതേണ്ടത്. 11 തവണ എഴുതുന്ന സമയത്തും നിങ്ങൾ സ്പീഡിൽ എഴുതാൻ പാടില്ല. അത് എഴുതുമ്പോൾ ഓരോ ലെറ്റർ എഴുതുന്ന സമയത്തും ആ ഒരു ഹാപ്പിനെസ്സിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കോൾ വരുമ്പോൾ നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആനന്ദം, ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്ത നല്ല നിമിഷങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അനുഭവിക്കുക. നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ പണം ഉപയോഗിച്ച് വാങ്ങിയ കാര്യങ്ങൾ, പണം നിങ്ങൾക്ക് തന്ന പ്രശസ്തി, നിങ്ങൾക്ക് തന്ന സന്തോഷം എന്നിവയെല്ലാം തന്നെ നിങ്ങൾ ദൃശ്യവൽക്കരണം ചെയ്തുകൊണ്ട് വേണം ഈ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ എഴുതേണ്ടത് 11 തവണയാണ് എഴുതേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മെഡിറ്റേഷൻ റൂമിലോ നിങ്ങളത് വെക്കുക.
നിങ്ങൾ ആരാധിക്കുന്ന ഏതേ ദൈവമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധമായി കരുതുന്ന മതപുസ്തകമോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പേപ്പർ നിങ്ങൾ അതിൽ വെക്കുക. എന്നിട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തോട് അത് നടന്നതിന് അല്ലെങ്കിൽ നടത്തി തന്നതിന് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു, അഥവാ പ്രപഞ്ചശക്തിയോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ഫീലിങ്ങോടെയും ആ സന്തോഷത്തോടെയും വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവമേ എത്രയോ അനുഗ്രഹങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട്, അങ്ങ് തന്നിട്ടുണ്ട്, അതിനെല്ലാം തന്നെ നന്ദി പറയുന്നു. ഇനി ഈ ഒരു ആഗ്രഹം നടത്തി